തൊഴിലുറപ്പ് പദ്ധതി വീണ്ടും പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഈ സർക്കാർ വളരെ അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ അടിമുടി മാറ്റി വി ബി ജി റാം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജിയുടെ പേരൊക്കെ മാറ്റി വലിയ തോതിലുള്ള വ്യത്യാസം വരുത്തി. ആ പദ്ധതിയിൽ വ്യത്യാസം വരുത്തിയത് മാത്രമല്ല, ഈ വർഷത്തെ ലേബർ ബഡ്ജറ്റും ഈ വർഷത്തെ മറ്റ് ഘടകങ്ങളുമൊക്കെ ചെയ്തെടുക്കുന്നതിൽ, അത് അപ്രൂവ് ചെയ്ത് കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് നന്നായി അത് കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും കഴിഞ്ഞ വർഷത്തെ ഇതിൻ്റെ ബാലൻസ് പണിയും സ്പിൽ ഓവറുമൊക്കെയാണ് പലയിടത്തും നടക്കുന്നത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് തന്നെ തൊഴിലൊരവകാശമാണ് എന്നുള്ള നിലയിലാണ്. 100 ദിവസം തൊഴിൽ കൊടുത്തില്ലെങ്കിൽ കൃത്യമായി ഈ തൊഴിൽ കൊടുക്കാത്ത ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി വരെ എടുക്കാം. മാത്രമല്ല, ഈ ആളുകൾക്ക് തൊഴിലില്ലായ്മ വേതനം പോലെയുള്ള പണം കിട്ടുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ എത്ര പേർക്ക് അറിയാം, എത്ര പേര് ചെയ്യുന്നു, എത്ര പേര് വാങ്ങുന്നു എന്നും നമുക്കറിയത്തില്ല. ജൂലൈ എങ്കിലും ആകും പുതിയ ഗൈഡ് ലൈൻ പ്രാബല്യത്തിൽ വരാൻ എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ജൂലൈ വരെ ആകുമെങ്കിൽ എന്തുകൊണ്ട് ഇത് വളരെ കൃത്യമായി ഇപ്പോഴത്തെ സ്പിൽ ഓവർ വർക്കുകൾ നടക്കുന്നില്ല? പ്രത്യേകിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമായി കേരളത്തിലാകെ നടക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ കേരളത്തിലാകെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഒരു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മാലിന്യ ഓടകൾ വൃത്തിയാക്കലും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. തൊഴിലുറപ്പുകാരെ അതിലേക്കും കൂടി ബന്ധിപ്പിച്ചുകൂടെ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോഴാണ് ധാരാളമായി മഴക്കുഴികൾ എടുക്കുക, കല്ലുകയാലകൾ വെച്ച് പിടിപ്പിക്കുക, മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുക, സസ്യ തൈകൾ വെച്ച് പിടിപ്പിക്കുക, രാമച്ചം വെച്ച് ഇങ്ങനെ വലിയ തോതിൽ ജലസംരക്ഷണം. കാര്യം വലിയ മഴ വന്നു പോയാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജൂണിലെ മൺസൂണിങ് വന്ന് പെരുമഴയായാൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ചെറിയ മഴ വന്ന് മണ്ണെല്ലാം ഇളകിക്കിടക്കുന്ന സമയമായതുകൊണ്ട് വേനലെല്ലാം ഒന്ന് മാറി മഴ തുടങ്ങി മണ്ണിളകി കിടക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് സോയിൽ വാട്ടർ ബയോമാസ്, അതായത് മണ്ണ് ജല ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ സമയമാണ്. എന്തായാലും പഞ്ചായത്ത് മന്ത്രിയും വന്നു കഴിഞ്ഞു. വളരെ ഡൈനാമിക്കായിട്ടുള്ള ചെറുപ്പക്കാരനാണ് പഞ്ചായത്ത് മന്ത്രി. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ വരേണ്ടതുണ്ട്. അദ്ദേഹം ഇത് വളരെ ഗൗരവമായി ആലോചിക്കണം. തൊഴിലുറപ്പ് പദ്ധതിയെ വലിയ തോതിലേക്ക് കൊണ്ടുപോകാനുള്ള രീതി ആലോചിക്കണം. സ്പിൽ ഓവർ പദ്ധതികളാണ് ഇപ്പോൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ അതിലെ 10,000 വരുന്ന സ്റ്റാഫിൻ്റെ കാര്യത്തിൽ കാരണം ഗവൺമെൻറ് മാറി, സ്വാഭാവികമായിട്ടും കരാർ ഉദ്യോഗസ്ഥരാണ് സ്റ്റാഫൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായ പ്രശ്നങ്ങൾ വരാം. അതെല്ലാം പരിഹരിക്കാൻ ഒരു സമയബന്ധിതമായി എന്തെങ്കിലും നിലവിലുള്ളവരെ നിലനിർത്തുകയാണെങ്കിൽ, അങ്ങനെ പകരം ആൾ വരികയാണെങ്കിൽ അങ്ങനെ, അതെന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നയമായി ബന്ധപ്പെടുത്തിയ കാര്യമാണ്. നമുക്ക് അതിനകത്തൊരു അഭിപ്രായം പറയാൻ നമ്മളാളല്ല. പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ നിലനിർത്തി തന്നെയാണ് എല്ലാ സർക്കാരുകളും മുന്നോട്ട് പോകുന്നത്. അല്ലാതെ വളരെ നല്ല എക്സ്പീരിയൻസ് ഉള്ള രാഷ്ട്രീയമൊന്നും കളിക്കാത്ത യൂണിയൻ കളിക്കാത്ത ആളുകളെയൊക്കെ കൃത്യമായി നിർത്തി തന്നെയാണ് എല്ലാ ഗവൺമെൻറ്റും പോകുന്നത്. പക്ഷേ അതൊന്നും നമുക്കറിയില്ല. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ എന്തായാലും ആരെയാണോ വച്ചാലും, അതിപ്പോൾ നിലവിലുള്ളവരെ എക്സ്പീരിയൻസ് ഉള്ളവരെ നിലവിലുള്ളവരെ തുടർന്നാലും അല്ലെങ്കിൽ പകരം പുതിയ ആളുകളെ വയ്ക്കുന്നതായാലും ഏത് സംവിധാനമായാലും ഇതെല്ലാം സമയബന്ധിതമായി നടക്കണം. മഴയെ വരവേൽക്കാനുള്ള ഒരു പരിപാടി ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. ജൂണിലെ മഴയെ ഞാനിത് നേരത്തെ ചെയ്യാതിരുന്നത്, മന്ത്രി വരാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗവൺമെൻറ് വരണം, മന്ത്രി വരണം, സംവിധാനങ്ങൾ വരണം. ഇപ്പോൾ സംവിധാനങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഒരു ക്യാമ്പയിൻ പോലെ പണ്ട് ചേർക്കള അബ്ദുള്ള പഞ്ചായത്ത് മന്ത്രിയായിരുന്നപ്പോൾ 2004 ചേർക്കള അബ്ദുള്ള പഞ്ചായത്ത് മന്ത്രിയായിരുന്നപ്പോൾ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വലിയ തോതിലാണ്, അന്ന് CP ജോൺ പ്ലാനിംഗ് ബോർഡ് അംഗമാണ്, അദ്ദേഹം നന്നായി അന്നത് എഫർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മന്ത്രി കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ ഒരു ജലസംരക്ഷണ, മണ്ണ് സംരക്ഷണ, ജൈവ സംരക്ഷണ പ്രവർത്തനം ഏറ്റെടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതിൽ പഞ്ചായത്ത് മന്ത്രി കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്കിപ്പോഴുള്ള സ്പിൽ ഓവർ വർക്കുകൾ വളരെ കൃത്യമായി ചെയ്തു തീർക്കാനുള്ള ഒരു പണി നാട്ടിൽ നടക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലുറപ്പുകാരുടെ പ്രശ്നങ്ങൾ, അവരുടെ കൂലി കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു, 125 ദിവസം ജോലി കൊടുക്കുമെന്ന് പറയുന്നു. അത് പറയുമ്പോൾ മന്ത്രിയും
ഈ സംവിധാനവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ 100 ദിവസം ജോലി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ 66, 67, 75 ദിവസത്തിനപ്പുറം ജോലി കൊടുത്തിട്ടുള്ള അപൂർവം പഞ്ചായത്തുകളെ ഉള്ളൂ. ഭൂരിപക്ഷം പഞ്ചായത്തുകളും 75 ദിവസമൊക്കെ ജോലി കൊടുത്തിട്ടുള്ളൂ. 125 ദിവസം ജോലി 100 ഉള്ളപ്പോൾ 75 കൊടുത്തോളെങ്കിൽ 125 വരുമ്പോൾ എത്രയാ കൊടുക്കാൻ പറ്റുക? 80, 85 ദിവസമല്ലേ കൊടുക്കാൻ പറ്റൂ. അത് പോരാ, 125 ദിവസവും ജോലി കൊടുക്കണം. തൊഴിലാളികൾ അത് മനസ്സിലാക്കി 125 ദിവസം ജോലി വാങ്ങണം. ജോലിയില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ബോണസ് പോലുള്ള പണം കിട്ടാൻ അർഹതയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഒരു സിസ്റ്റം വരികയാണ്. ഇതിനകത്ത് വളരെ കൃത്യമായി സർക്കാർ പേര് മാറ്റി അത്തരം കാര്യങ്ങളൊക്കെ നയപരമായ കാര്യങ്ങളാണ്. പിന്നെ സ്റ്റേറ്റിന് ബാധ്യത ഉണ്ടാകുന്ന വലിയൊരു കാര്യം ചെയ്തു കളഞ്ഞു. 60% തുക കേന്ദ്രവും 40% തുക സംസ്ഥാനവും എന്നുള്ള ഒരു വലിയ കൊടുംചതി നടന്നു. അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പിൽ ആ 40% തുക എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന സർക്കാർ തൊഴിലുറപ്പിന് വേണ്ടി കണ്ടെത്തണം എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. അതുപോലെ പ്രോജക്റ്റ് ബേസ്ഡ് ആണ് ഇപ്പോൾ പദ്ധതി, ഡിമാൻഡ് ബേസ്ഡ് അല്ല. പലപ്പോഴും നേരത്തെ ഡിമാൻഡ് ബേസ്ഡ് ആയിരുന്നു. ആളുകൾ എത്ര പദ്ധതി ഉണ്ടോ അതിനൊക്കെ കയറ്റിവിടും. ഇപ്പോൾ അതല്ല, ഒരു സ്കീം ആൻഡ് പ്രോജക്റ്റ് ബേസ്ഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആവും, കാര്യങ്ങൾ സ്പെസിഫിക് ആവും. അത് ശരിയാണ്. അപ്പോൾ ഇത് കുളിപ്പിച്ച് നമ്മൾ നല്ലതാക്കാൻ വേണ്ടി കുളിപ്പിച്ച് എന്താണ് പാട് പോകാൻ വേണ്ടി ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് കുളിപ്പിച്ച് സോപ്പ് ഒരുപാട് തേച്ചാൽ കുഞ്ഞിന് അസുഖം വരും, കൂടുതൽ പുതിയ അസുഖം വരും, തൊലികളെ പോയി പുതിയ അസുഖം വരും എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രതീതിയിലേക്ക് തൊഴിലുറപ്പ് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള പ്രാദേശിക തലത്തിൽ ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണ്. മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്കാണ് ഇന്ത്യയിൽ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക്, ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമായൊരു പദ്ധതിയാണ്. അതിൻ്റെ അലകും പിടിയും തെറ്റിക്കിടക്കുന്നത് പോലൊരു തോന്നലുണ്ട് നമുക്ക്. അത് മാറ്റിയെടുത്ത് കൃത്യമായി സ്പിൽ ഓവർ വർക്കുകളൊക്കെ പെട്ടെന്ന് തീർക്കുകയും ഇപ്പം ജൂലൈയിലാണ് പുതിയ തുടങ്ങുമെന്ന് പറഞ്ഞത്, അതിനിടയ്ക്ക് ഇപ്പോൾ ഗ്യാപ്പുണ്ട്. ഈ സമയത്ത് മറ്റു കാര്യങ്ങൾ ചിന്തിക്കുകയും ജൂണിലെ മഴയെ വരവേൽക്കാനുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പിൽ ഏറ്റെടുക്കുകയും ചെയ്യണം. അത് വ്യക്തിതലത്തിൽ നടക്കണം, വാർഡ് തലത്തിൽ നടക്കണം, പഞ്ചായത്ത് തലത്തിൽ നടക്കണം, ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അങ്ങനെ ഒരു വലിയ ക്യാമ്പയിൻ, മൺസൂണിനെ വരവേൽക്കാനുള്ള ഒരു ക്യാമ്പയിൻ നടക്കട്ടെ. കാലവർഷമേ സ്വാഗതം.